ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 70ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ബൈബിൾ പോർഷൻ പറയുന്നു 2 ശമൂവേൽ 10 മുതൽ 13 വരെയും യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാവരും ഓൾറെഡി പോർഷൻസ് വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, 4 അക്ഷരമുള്ള ഒരു പുരുഷന്റെ പേരിന്റെ 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു പ്രവാചകന്റെ പേര്. 2, 3, 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു പുരോഹിതന്റെ മകന്റെ പേര്. 1, 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു ഭക്തന്റെ പേര്. എങ്കിൽ 4 അക്ഷരമുള്ള പുരുഷൻ ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 4 അക്ഷരമുള്ള ഒരു പുരുഷന്റെ പേരിന്റെ 1, 2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു പ്രവാചകന്റെ പേര്. 2, 3, 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു പുരോഹിതന്റെ മകന്റെ പേര്. 1, 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു ഭക്തന്റെ പേര്. എങ്കിൽ 4 അക്ഷരമുള്ള പുരുഷൻ ആര്? രണ്ടാമത്തെ ചോദ്യം, അബ്ശലോം അമ്നോനെ വെറുക്കാൻ കാരണം എന്ത്? അബ്ശലോം അമ്നോനെ വെറുക്കാൻ കാരണം എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാവീദിന്റെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് ദാവീദിന് മനസ്സിലായത് എപ്പോൾ? ദാവീദിന്റെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് ദാവീദിന് മനസ്സിലായത് എപ്പോൾ? നാലാമത്തെ ചോദ്യം, ഒരു ന്യായാധിപന്റെ വേർപാടിനെ കുറിച്ച് പാഠഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. ന്യായാധിപൻ ആര്? റഫറൻസ് എഴുതുക. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ന്യായാധിപന്റെ വേർപാടിനെ കുറിച്ച് പാഠഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. ന്യായാധിപൻ ആര്? റഫറൻസ് എഴുതുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് യേശു ഒരു ഉപകരണം അല്ലെങ്കിൽ ആയുധം നിർമ്മിച്ചു. ഉപകരണം അല്ലെങ്കിൽ ആയുധം ഏത്? അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് യേശു ഒരു ഉപകരണം അല്ലെങ്കിൽ ആയുധം നിർമ്മിച്ചു. ഉപകരണം അല്ലെങ്കിൽ ആയുധം ഏത്? അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു ഏത്? അപ്പൊ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. ഇതിന്റെ ആൻസേഴ്സ് നാളെ ഞങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉത്തരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.